അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ബേബി മോളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഒരു ഐറ്റം നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഗണ്ണും കൂടി വാങ്ങണം. കാരണം തമ്പുരു കുറേ നാളുകൊണ്ട് പറയുന്നതാണ് അവനൊരു ഗണ്ണ് വേണമെന്നുള്ളത്. അപ്പോൾ ആ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുള്ളറ്റ് ഇടുന്ന രീതിയിലുള്ള വലിയ ആഡംബരമായിട്ടുള്ള ഗണ്ണൊന്നും വേണ്ട. ചെറിയ രീതിയിൽ ലൈറ്റ്സ് കത്തുന്നതും സൗണ്ടൊക്കെയുള്ള ഒരു ഗണ്ണ് മതി. ഇവിടെ വന്നപ്പോഴോ ഗണ്ണിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് അവന് പറ്റിയ ഒരെണ്ണം എനിക്ക് സെലക്ട് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ കേശു പല സാധനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. എപ്പോൾ വന്നാലും എനിക്ക് ശ്രദ്ധ പോകുന്നത് ഈ ടെഡി ബിയർ കുട്ടന്മാരുടെ ഇടയ്ക്കിലോട്ടാണ്. കാരണം ഇത് കാണുമ്പം പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബെഡിൽ ഒരു ടെഡി ബിയർ കുട്ടൻ കാണും. അതിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും എല്ലാവരും കിടക്കുന്നത്. എന്തോ അതൊരു വികാരമായിരുന്നു. കോളേജ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മ എനിക്ക് വീണ്ടും വരും. കേശു ആണെങ്കിൽ വലിയൊരു ഗണ്ണെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് കുഞ്ഞിന് പറ്റത്തില്ല. അങ്ങനെ വേറെ ചെറിയ ഗണ്ണ് സെലക്ട് ചെയ്തു. പിന്നെ ഈ ടെഡി ബിയർ വൈഗുന് ക്രിസ്മസിന് വേണ്ടി ഗിഫ്റ്റായിട്ട് എടുത്ത്. ഈ സംഭവമാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ വന്നത്. കാരണം അവരോട് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഐറ്റംസ് എടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ടേ കൊണ്ടുപോകുള്ളൂ, റിട്ടേൺ തരത്തില്ലെന്ന്. ഞാൻ അന്ന് തന്നെ അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അവരെനിക്കിപ്പോൾ അത് റിട്ടേൺ തന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സെലക്ട് ചെയ്ത എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ വേണ്ട അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് നമ്മൾ ബില്ലും അടിച്ച് കടയിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും ഇറങ്ങുമ്പോൾ ഉള്ളതാണ് നമുക്ക് വിശപ്പ്. അപ്പോൾ ഇനി അടുത്തത് ഫുഡാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ മധുമാമൻ്റെ കടയിലോട്ട് പോയി. അവിടെ ചെന്ന് കേശു ആകെ തകർന്നിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരുപാട് കഴിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയില്ല, എന്തെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു പൊറോട്ടയോ. ഇതിൽ കൂടുതൽ അവന് പറ്റത്തില്ല കഴിക്കാൻ. അങ്ങനെ അതുപോലെ തന്നെ അവനൊരു പൊറോട്ട ഓർഡർ ചെയ്ത്, ഞാൻ ഓർഡർ ചെയ്തതാണെങ്കിൽ ദോശയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോശയും പൊറോട്ടയും എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് വൈഗുന് കൊടുക്കാൻ വേണ്ടി വൈഗുൻ്റെ ഇടയ്ക്കിലോട്ട് വന്നു. അങ്ങനെ വൈഗുന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അശ്വതിക്കാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഫുഡ് വാങ്ങിച്ചത് അവൾക്കും കൊടുത്തിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോഴാണെങ്കിലോ കരോൾ സംഘം വരുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിയത് തമ്പുരുവിന് കൊടുത്തു. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ അവൻ പൊട്ടിച്ച് നോക്കുകയാണ്. പക്ഷെ അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ തന്നെ അത് പൊട്ടിച്ച് പുള്ളിക്കാരനെ അത് കൈയോടെ കൊടുത്ത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇയാൾക്ക് കേട്ടോ. അപ്പോൾ മുതൽ അയാളത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതുവരെയായിട്ട് അത് താഴെ വെക്കുന്നില്ല. ഇഷ്ടപ്പെട്ടാ? എത്രത്തോളം ഇഷ്ടപ്പെട്ട്? ഒത്തിരി ഇഷ്ടപ്പെട്ടോ? ഒന്ന് അടിച്ചു കാണിച്ചേ, ഒന്ന് വെടി വെച്ചേ.